വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഹെയറിനും എനിക്കും ഒന്ന് മേക്ക് ഓവർ കൊടുക്കുകയാണ്. എനിക്ക് പണ്ട് തൊട്ടേ ലോങ് ഹെയർ ആണ്, അതുകൊണ്ട് തന്നെ ഷോർട്ട് ഹെയർ എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ എല്ലാവരും പറയും ലോങ് ഹെയർ കളയരുത്, അത് ഭയങ്കര റെയർ ആണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ എനിക്കത് മുറിച്ച് കളയാൻ ഒരു മടിയുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടമുള്ള എന്താണോ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ നല്ല രീതിയിൽ നിന്ന് ഷോർട്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ ഇത്രയും ഷോർട്ടാക്കുന്നത്. എന്നാലും ഞാൻ ഫൈനലി ആ ഡിസിഷൻ എടുത്തു, ഷോർട്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇരുന്ന് കൊടുക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ്. കാരണം ഞാനിന്ന് ഹെയർ ഷോർട്ടാക്കുക മാത്രമല്ല, ഞാൻ എൻ്റെ ഹെയർ കളറും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു കളറൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരതേ കളറ് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്താകും എന്നുള്ളത്, എനിക്ക് ആ കളർ മാച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ ബോറാകുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഹെയർ കട്ട് ചെയ്യാനുള്ള പരിപാടിക്ക് തുടങ്ങി. ഞാൻ പറഞ്ഞിരുന്നത് ഫെദർ കട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഫെദർ കട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്കവർ കളറൊക്കെ കാണിച്ചു തന്നു. ഞാനൊരു കളറ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും അവിടെയുള്ള കുറച്ച് കളേഴ്സൊക്കെ എനിക്കവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത കളറ് കൂൾ ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് അത് മാച്ചിങ് ആയിരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഹെയർ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഉള്ളൊരു കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഹെയർ കളർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് സലൂണിൽ പോയിട്ട് അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഈ കളർ എനിക്ക് മാച്ച് ആവും എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പോൾ അവരവരുടെ ഒപ്പീനിയൻ പറയും. അതിനുശേഷം അവർ കുറച്ച് സജഷൻസൊക്കെ നമുക്ക് പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കളറ് കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു നല്ലതാണ്, എൻ്റെ സ്കിൻ ടോണിന് ഇത് മാച്ച് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഫൈനലായിട്ട് തീരുമാനിച്ച് ചെയ്യായിരുന്നു. ഫസ്റ്റ് ഹെയറിൻ്റെ ഒരു ക്രീം അപ്ലൈ ചെയ്ത് അത് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മളുടെ കളറ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ മുടി സെക്ഷൻസൊക്കെ ആക്കി കളറ് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ കളറൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 25 മിനിറ്റ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ടൈമിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ അതേ കളർ തന്നെ വരുമോ, എനിക്ക് മാച്ച് ആവുമോ എന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അത്യാവശ്യം ടെൻഷനൊക്കെ അടിച്ച് ഞാൻ ടെൻഷൻ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 25 മിനിറ്റ്സിന് ശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഹെയറിൻ്റെ കളർ ഇങ്ങനെ ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ പറഞ്ഞ അതേ എക്സാക്റ്റ് കളർ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കിൻ ടോണ് നല്ല മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടമായി. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാനിത് ചെയ്തത് അജ്മാനിലുള്ള ജിദാസ് ബ്യൂട്ടി സെൻറ്ററിലാണ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവിടെയാണ് കേട്ടോ. ത്രെഡിങ്, എൻ്റെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെയാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സർവീസ്. പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റാഫുകൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും നമ്മൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവർ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ അതിനുശേഷം ഞാൻ ഹെയറിലെ കലാപരിപാടികളിലേക്ക് തുടങ്ങി. അവരെനിക്ക് ഹെയർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്തിട്ടപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.